ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടതും എന്നാൽ മലയാളികൾ എല്ലാവരും വലിയ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നതുമായ ഒരു സംഘടനയാണ് മലയാള സിനിമാ താരസംഘടനയായ അമ്മ. അമ്മയുടെ തലപ്പത്ത് മോഹൻലാൽ എന്നത് തന്നെയായിരുന്നു അതിൻ്റെ തലയെടുപ്പെന്ന് പറയാം. കഴിഞ്ഞ കുറേ നാളുകളായി മോഹൻലാൽ തന്നെ ആ സ്ഥാനം തുടരുകയായിരുന്നു. എന്നാൽ ഇനി ആ സ്ഥാനത്തേക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അമ്മയുടെ തലപ്പത്ത് നിന്ന് പടിയിറങ്ങുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ല എന്ന് മോഹൻലാൽ തീർത്തു പറഞ്ഞതോടെ മലയാളത്തിലെ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി ഇനി തിരഞ്ഞെടുപ്പിലേക്ക് 3 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായത്. അതുവരെ നിലവിലുള്ള അഡ്ഹോക് കമ്മിറ്റി തുടരും. പുതിയ ഭരണസമിതി നിലവിൽ വരാത്തതിനാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും ജനറൽ ബോഡിയിൽ ചർച്ചയായില്ല എന്നാണ് വിവരം. ഏറെ നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. വോട്ടെടുപ്പില്ലാതെ തന്നെ മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് ജനറൽ ബോഡി തീരുമാനിക്കുമെന്നും രാജിവെച്ച ശേഷം അഡ്ഹോക് കമ്മിറ്റിയായി തുടരുന്നവർ തന്നെ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്നുമുള്ള ചർച്ചകളായിരുന്നു സജീവമായത്. എന്നാൽ താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ല എന്ന് മോഹൻലാൽ കടുത്ത നിലപാട് സ്വീകരിച്ചു. 20ഓളം പേർ ജനറൽ ബോഡിയിൽ മോഹൻലാലിന് വേണ്ടി ശക്തമായി വാദിച്ചു. മോഹൻലാൽ തുടരുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ അംഗങ്ങൾ ഏകസ്വരത്തിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യം പോലുമുണ്ടായി. ചിലർ വൈകാരികമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തു എന്നാണ് വിവരം. എന്നാൽ നിലപാട് മാറ്റാൻ മോഹൻലാൽ തയ്യാറായില്ല. തിരഞ്ഞെടുപ്പ് വരട്ടെ എന്നും പുതിയ ആളുകൾ നേതൃത്വത്തിലുണ്ടാവണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടതായാണ് വിവരം.